നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. കട്ടപ്പന വാഴവരയിൽ ESI ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സ്ഥലം കൈമാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടനടി നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നും MP. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കുറ്റാരോപിതന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്കും പ്രതിഷേധവുമായി കുടുംബം. ശബരിമല പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ വണ്ടിപ്പെരിയാർ സത്രത്തിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് അയ്യപ്പഭക്തർ തകർത്തു. പ്രതിഷേധം തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർക്ക് സാധിക്കാതെ വന്നതോടെ സത്രം വഴി ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നത് 5000-ഓളം ഭക്തർ. കട്ടപ്പനയിൽ വൻ പാൻ മസാല ശേഖരം പിടികൂടി. സംഭവത്തിൽ പിണർവിളയിൽ യൂസഫ് ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയത് 13,650 രൂപയുടെ 2610 പാക്കറ്റ് പാൻ മസാല. വിശദമായ വാർത്തകൾ. കട്ടപ്പന വാഴവരയിൽ ESI ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സ്ഥലം കൈമാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടനടി നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നും MP പറഞ്ഞു. കഴിഞ്ഞ വർഷം കേന്ദ്ര ESI കോർപ്പറേഷൻ നമ്മുടെ ജില്ലയ്ക്ക് 100 ബെഡ് ESI ആശുപത്രി അനുവദിച്ചുകൊണ്ടുള്ള ബോർഡ് തീരുമാനം അറിയിക്കുകയും അതിനനുസരിച്ച് സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നിർമ്മല സിറ്റിയിൽ നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ച 4.5 ഏക്കർ സ്ഥലം ESIക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇപ്പോൾ ആ സ്ഥലം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. തുടർന്ന് ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്ഥലം കൈമാറ്റം ചെയ്യാൻ സാധിക്കും. തുടർന്ന് വരുന്നത് അതിൻ്റെ കല്ലിടർ കർമ്മം ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ആശുപത്രിയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി മേഖലയാണ്. എന്ന് വെച്ചാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ധാരാളം തൊഴിലാളികളുള്ള ജില്ല എന്നുള്ള നിലയിൽ അവർക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന, വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മറ്റ് നാടുകളിലേക്ക്, ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലെയും ഒക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലാണ് അവർ ചികിത്സയ്ക്ക് വേണ്ടി പോവുക. തീർച്ചയായും അപ്പോൾ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തപ്പെടുന്നു. അത് കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്താനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണവുമായി CPI ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയായിരുന്നു 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളുടെ പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാരും ബന്ധുക്കളും തൊഴിലാളികളും ചേർന്നു. കോടതി വിധി റദ്ദു ചെയ്യണമെന്നും പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ മാത്രമല്ല, ഈ കേരളം ആകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവർക്കൊന്നും ടൗണിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഇത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 100% ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം. ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ 4 ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റിൽ ആയി കിട്ടുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ 4 ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിതിൻ്റെ അകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ കുറ്റം സമ്മതിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ്. ഇവൻ തന്നെയാണ് 100% എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും
വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ്. അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന്. അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത്, അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത്, അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അവർ വീണ്ടും ഇത് അന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത്. കേസിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ആവർത്തിക്കുകയാണ് CPI. വാളയാറും വണ്ടിപ്പെരിയാറും ചോദ്യചിഹ്നമാവുമ്പോൾ ആലുവ കൊണ്ട് അഭിമാനിക്കാനാവില്ലെന്ന് CPI നേതാക്കൾ പ്രതികരിച്ചു. പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ അടുത്ത ആഴ്ച ആദ്യം പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി കേസ് സംബന്ധിച്ച ഫയലുകൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കൈമാറി. അതേസമയം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തുടർച്ചയാവുകയാണ്. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ മരണത്തിലെ കുറ്റാരോപിതന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും. വണ്ടിപ്പെരിയാർ പോലീസ് ഇടയ്ക്ക് വെച്ച് ഇവരെ തടഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത മേഖലയിൽ വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരുന്നത്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വന്ന കോടതി വിധിയെ തുടർന്ന് പ്രത്യക്ഷ സമരങ്ങൾ തുടരുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് വായമൂടി കെട്ടിക്കൊണ്ട് നടത്തിയ പ്രതിഷേധത്തിന് ശേഷം കുറ്റാരോപിതന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധം മുന്നിൽ കണ്ട് വലിയ പോലീസ് സന്നാഹം മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. ഇതോടെ പ്രതിഷേധവുമായി എത്തിയവരെ പോലീസ് തിരിച്ചയച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരാനാണ് സാധ്യത. വണ്ടിപ്പെരിയാർ കേസ് CBI കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പനയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയതിലൂടെ ഇരയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ലെന്നാരോപിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ മെഴുകുതിരി തെളിച്ചായിരുന്നു പ്രതിഷേധം. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 2 മാസം മുമ്പ് ബംഗാൾ സ്വദേശിക്ക് വധശിക്ഷ വാങ്ങി നൽകിയ പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണ്? കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു. വിധിയുടെ പകർപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ കുറ്റവാളി രക്ഷപ്പെടുന്നതിനുള്ള ഏക കാരണമെന്നാണ് ജഡ്ജിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതി കുറ്റം സംബന്ധിച്ച ആളാണ്, തെളിവുകൾ ഏറെയുണ്ട്. പക്ഷേ പ്രതിയെ കുറ്റവാളിയായി ശിക്ഷിക്കത്തക്ക നിലയിലുള്ള തെളിവുകൾ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് കഴിയാത്ത നിലയിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് തെളിവുകൾ നശിപ്പിക്കുന്നതിന് കൂട്ടുന്നു, തെളിവുകൾ ശേഖരിക്കുന്നത് പോലീസ് ഉത്തരവാദിത്തം കാട്ടി ഗുരുതരമായ വീഴ്ച പോലീസിനെതിരെ പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട സംഗീതന്മാരെ ഈ ജഡ്ജിമെന്റ് കട്ടപ്പനയുടെ ജഡ്ജി ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്കപ്പുറത്ത് ആലുവായിൽ 5 വയസ്സുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ബംഗാൾ സ്വദേശിയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനീറ്റുകൾ പോലും പത്രസമ്മേളനം വിളിച്ച് ആ വിധി കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസിന്റെ ഉത്തരവാദിത്തപൂർണമായ പ്രവർത്തനത്തിന് കിട്ടുന്ന അംഗീകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അഭിനന്ദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എവിടെയാണ് എന്ന് ഇന്ന് കേരള സമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, INTUC മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, ജോസ് ആനക്കല്ലിൽ, ഷാജി വെള്ളമാക്കൽ, ജോണി വടക്കേക്കര, ഷാജൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ കേസ് MLAയും പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കേസിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. MLA, പോലീസ്, പ്രോസിക്യൂഷൻ എന്നിവർ കേസിൽ ഒത്തുകളിച്ച് പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി അരുൺ പൊടിപാറ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
പീരിമേട്ടിൽ 100ഓളം വക്കീലന്മാരുണ്ട്, കട്ടപ്പനയിൽ 100ഓളം വക്കീലന്മാരുണ്ട്. ഈ കഞ്ഞിക്കില്ലാത്ത ഈ പ്രതി എറണാകുളത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വക്കീലിനെ കൊണ്ടുവന്നു. ആ വക്കീൽ പറഞ്ഞെന്താണ് ഇതിനകത്ത് പറയുന്ന കുറ്റക്കാരനും ഇതിനകത്ത് പറയുന്ന പ്രതിയുടെ ആരോഗ്യപരി കുറ്റം എന്ന് പറഞ്ഞാൽ അവൻ DYFIക്കാരനാണെന്നാണ്. അദ്ദേഹം കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് എങ്കിലും അദ്ദേഹം പറയുന്നു ഇവൻ ചെയ്ത് കുറ്റം എന്ന് പറഞ്ഞാൽ DYFIക്കാരൻ. അപ്പം അദ്ദേഹം ഉൾപ്പെടെ പറയുന്നു DYFI ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ല DYFIക്കാരൻ കുറ്റക്കാരനാണെന്ന് അദ്ദേഹം ഉൾപ്പെടെ അടിവരയിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറിനെ മാറ്റിവെച്ചു. ഇവിടെ കട്ടപ്പന കോടതി പോയിട്ട് യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ടിനു ദേവസ്യ, TS ഉദയകുമാർ, ദേവസ്യ വർക്കി, CM മാത്യു, PR ആൽബിൻ, KR സന്തോഷ്, ആഷിൽ റജി, ഷൈമോൻ ഷാജി, ലിബീഷ് ലാലിച്ചൻ, റിൻഡോ റിച്ചാർഡ്, ജോബിൻ ജോസഫ്, ആൽബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ശബരിമല പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ വണ്ടിപ്പെരിയാർ സത്രത്തിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന 8 പോസ്റ്റ് അയ്യപ്പ ഭക്തർ തകർത്തു. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് സാധിക്കാതെ വന്നതോടെയായിരുന്നു പ്രതിഷേധം. പരമ്പരാഗത കാനനപാതയായ സത്രം വഴി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. നിലയ്ക്കലും പമ്പയിലും തിരക്ക് വർദ്ധിച്ചതോടെയാണ് കാനനപാതയായ സത്രം പുല്ലുമേട്ടിലേക്ക് കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിയത്. ഓരോ ദിവസവും 5000-ത്തിലധികം ഭക്തർ ശബരിമലയിലേക്ക് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. രാവിലെ ഇത്തരത്തിലെത്തിയ ഭക്തരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി. ഭക്തർക്ക് പാസ് നൽകാൻ വൈകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതോടെ സത്രത്തിലെ താൽക്കാലിക 8 പോസ്റ്റിന്റെ ഒരു ഭാഗം ഭക്തർ പൊളിച്ചു നീക്കി. തിരക്കേറിയതോടെ പാസ് നൽകാതെ ഭക്തരെ സത്രം വഴി അധികൃതർ പറഞ്ഞുവിട്ടു. മതിയായ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും സത്രത്തിലില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലും സത്രം വഴി കൂടുതൽ അയ്യപ്പ ഭക്തർ എത്താനാണ് സാധ്യത. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് സത്രം വഴി ഭക്തരെ കടത്തിവിടുക. കട്ടപ്പനയിൽ വൻ പാൻ മസാല ശേഖരം പിടികൂടി. സംഭവത്തിൽ പിണർവിളയിൽ യൂസഫ് ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 13,650 രൂപയുടെ 2,610 പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത്. മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പന നടത്തുന്നതിനായി വാഹനത്തിൽ കൊണ്ടുവരുന്നതിനിടയിലാണ് പാൻ മസാല പിടികൂടിയത്. 2,610 പാക്കറ്റ് പാൻ മസാലയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 13,650 രൂപയുടെ ഉൽപ്പന്നമാണിതെന്ന് പോലീസ് പറഞ്ഞു. കട്ടപ്പന DYSPയുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് ടീമും കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ TC മുരുകൻ, സബ് ഇൻസ്പെക്ടർ എബി ജോർജ്, സുമേഷ് തങ്കപ്പൻ, സന്തോഷ് KT, ശ്രീജിത്ത് VM, ശരണ്യമോൾ പ്രസാദ് എന്നിവരടങ്ങുന്ന ടീമാണ് പ്രതിയെ പിടികൂടിയത്. കട്ടപ്പനയിലെ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ആഘോഷം ഉദ്ഘാടനം ചെയ്യും. 17 ടീമുകൾ ഇത്തവണ കരോൾ ഗാനങ്ങൾ ആലപിക്കും. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, വിവിധ ക്രൈസ്തവ സഭകൾ, YMCA, ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ്, കട്ടപ്പന പ്രസ് ക്ലബ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന, മർച്ചന്റ്സ് യൂത്ത് വിംഗ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന എലൈറ്റ്, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംയുക്ത ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോർപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദൈവാലയ വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ക്രിസ്തുമസ് കേക്ക് മുറിക്കൽ നിർവഹിക്കും. വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട മുഖ്യപ്രഭാഷണം നടത്തും. ഇത്തവണ 17 ടീമുകളാണ് കരോൾ ഗാനങ്ങൾ ആലപിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്കും സമ്മാനങ്ങളുടെ പെരുമഴയാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ടീമുകൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതിനായി പരിപാടിക്ക് ശേഷം ഓരോ ടീമിന്റെയും ഗാനത്തിന്റെ YouTube ലിങ്ക് അതാത് ടീമിന് നൽകും. കട്ടപ്പന CSI ഗാർഡനിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതലാണ് പരിപാടി നടക്കുക. ടൗണുകളിലെയും പൊതുനിരത്തുകളിലെയും മാലിന്യ പ്രശ്നങ്ങൾ വ്യാപാരികളുടെ ചുമലിൽ അടിച്ചേൽപ്പിക്കുന്ന അന്യായമായ ഉത്തരവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി 19-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ കട്ടപ്പനയിൽ കടകൾ അടച്ചിടുന്നതിനൊപ്പം നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം, അജൈവം, ആപൽക്കരം എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച
അധികൃതർ നിശ്ചയിക്കുന്ന ഭീമമായ ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും 9/12/2023 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 1994 പഞ്ചായത്ത് രാജ് ആക്ടിനകത്ത് ഒരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് 6-ാം തീയതി ഒരു ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാലിന്യ സംസ്കരണം സംബന്ധിച്ചാണ് ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഓർഡിനൻസിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളെല്ലാം വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ളതാണ്, വ്യാപാരികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായതുകൊണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം ചൊവ്വാഴ്ച 54 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളുടെ മുമ്പിലും ധർണാ സമരം നടത്തി ഈ ഓർഡിനൻസിൽ വന്നിരിക്കുന്ന നിയമ ഭേദഗതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കി തരണമെന്നുള്ള ആവശ്യവുമായാണ് വ്യാപാരികൾ നിൽക്കുന്നത്. കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷത വഹിക്കുന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോ മോൻ ജോസ്, ജില്ലാ സെക്രട്ടറി പി കെ മാണി, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി റോസമ്മ മൈക്കിൾ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ഈ കാര്യത്തെപ്പറ്റി എം പി രാജേഷുമായിട്ട് സംസാരിച്ച് ഇടുക്കി വെച്ച് അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലെന്നാണ്. പുള്ളിയൊക്കെ എ സിക്കകത്തിരുന്ന അവിടെ മന്ത്രി ഓഫീസിൽ ഇരിക്കുന്ന ആളാണ്. അവർക്ക് ഇതിൻ്റെ കച്ചവടക്കാരൻ്റെ വിഷമമൊന്നും അറിയത്തില്ല, അവർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അറിയത്തില്ല. അതുപോലെ ഈ മാലിന്യം ഉണ്ടാകുന്ന അവിടുന്ന് ഈ പറയുന്ന ഈ ക്യാരി ബാഗുകൾ മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ സാധനം അടിച്ച് ഈ കേരളത്തിലും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നിരോധിക്കുന്നില്ല. അതുകൊണ്ടുവന്ന് ഇവിടെ വലിയ കുത്തകക്കാർ കൊണ്ടുവന്ന് ഇറക്കി വിറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരൻ അത് മേടിച്ച 1 കിലോ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അവന് മേടിച്ചവൻ 500 രൂപ, കൊടുത്തവൻ 5000 രൂപ. എന്നാൽ ഇതുപോലെ തന്നെ ഈ വേസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞെല്ലാം അവിടുത്തെ ആ പുതുക്കക്കൂസിൻ്റെ അവിടെ പോകാൻ പറ്റുമോ? ഇവിടെ എത്രയോ കാട് പിടിച്ച് സ്ഥലങ്ങൾ കിടപ്പുണ്ട്, അവിടെയെല്ലാം എന്തോരം വേസ്റ്റാണ്. ഇതൊന്നും മാനേജ്മെൻറ്റ് ചെയ്യാനോ അത് മാറ്റാനോ അവർ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല. പക്ഷേ കച്ചവടക്കാരൻ്റെ കടയും സ്ഥാപനവും വളരെ വൃത്തിയായി കിടക്കുന്ന സ്ഥലത്ത് 3 ബിന്നും വെച്ച് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞങ്ങൾ നടത്തണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇതൊരു സമരത്തിൻ്റെ ഒരു തുടക്കമായി 19-ാം തീയതി ആരംഭിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ്, ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി, പി കെ ജോഷി എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട് പുറ്റടി CHC അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ 24 മണിക്കൂർ രാപ്പകൽ സമരം അവസാനിച്ചു. സമാപന സമ്മേളനം പുറ്റടി വേളാങ്കണ്ണി മാതാ ദേവാലയ വികാരി ഫാദർ ദേവസ്യ തൂമ്പുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദീപം തെളിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ റാലിക്ക് ശേഷം 14-ന് വൈകിട്ട് ആരംഭിച്ച രാപ്പകൽ സമരമാണ് സമാപിച്ചത്. നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം വേളാങ്കണ്ണി മാതാ ഇടവക വികാരി ഫാദർ ദേവസ്യ തൂമ്പുങ്കൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിടിമുറുക്ക് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. എങ്കിലും ഇതിൽ നിന്നും അല്പം പോലും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശക്തമായ നിലപാടുമായി നിൽക്കുന്ന ഇതിന്റെ സംഘാടകരും ഈ പുറ്റടി നിവാസികൾ മാത്രമല്ല, കർണാപുരം, ചക്കുവെള്ളം, വണ്ടമേട് പഞ്ചായത്തുകളിലുള്ള സർവ്വ മനുഷ്യരും ഇതിനോട് കൈകോർപ്പെന്നുള്ളത് നിസ്സംശയമാണ്. നമുക്ക് രാഷ്ട്രീയമേതായാലും മതമേതായാലും ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിവുള്ള മനുഷ്യർ, സഹോദരന്റെ ജീവനെ വില കൽപ്പിക്കുന്ന മനുഷ്യർ, സമൂഹത്തിന്റെ നന്മ കാക്ഷിക്കുന്ന മനുഷ്യർ ഇതിനോട് ക്രിയാത്മകമായി സഹകരിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ആരംഭിക്കുക, എക്സ്റേ, ECG, ദന്തൽ, ലാബ് യൂണിറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, പുതിയ ബ്ലോക്കിലേക്ക് ലാബിന്റെ പ്രവർത്തനം മാറ്റുക, ഫിസിഷ്യൻ, പീഡിയാട്രിക് വിഭാഗങ്ങളിൽ ഡോക്ടർമാരെ നിയമിക്കുക, ഡോക്ടർമാരുടെ അനാവശ്യ സ്ഥലമാറ്റം ഒഴിവാക്കുക, മോർച്ചറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ നമ്മുടെ ഈ ഡോക്ടറെ നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ആ 3-ാമത്തെ ദിനം വ്യാപാരി വ്യവസായ പ്രസിഡന്റ് നമുക്കറിയാം, അത് ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്.
അങ്ങനെ കുറേ രാഷ്ട്രീയ പാർട്ടികളോട് ശത്രുത വരെ ഇതിനുവേണ്ടി മേടിച്ചു വെച്ച ഒരാളാണ്. അങ്ങനെ ആവശ്യം ഉണ്ടായിട്ടല്ല. ഇന്ന് ഡ്രൈവേഴ്സ് കൊണ്ട് ഇറങ്ങി, വ്യാപാരികൾ ഇറങ്ങി, മറ്റുള്ള സംഘടനകൾ ഇറങ്ങി, എല്ലാവരും ഭരിക്കുന്ന ഭരണപക്ഷയിലുള്ള അംഗങ്ങളും പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന അംഗങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഒരു കുടുംബമായിട്ട് സമരം ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സാധാരണപ്പെട്ട കർഷകൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ കർഷകരായിട്ടുള്ള പാവപ്പെട്ടവന് ഒരു നേരത്തെ ആവശ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറി എത്തുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ആയിരങ്ങൾ മുടക്കി ചികിത്സ ചെയ്യാൻ മാർഗമില്ലാത്ത സാധാരണപ്പെട്ടവൻ ഓടിച്ചെന്ന് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ, ഒരു ശുശ്രൂഷ ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ സമരം. സജി കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ കെ ടി ജേക്കബ് കോർപ്പിസ്കോപ്പ, ബിജു ആക്കാട്ടുമുണ്ട, MC രാജു, ജോബിൻ പാനോസ് എന്നിവർ സംസാരിച്ചു. വണ്ടൻമേട് പുറ്റടി സർക്കാർ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വമ്പിച്ച പ്രതിഷേധം നടന്നെങ്കിലും ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോഴും അപര്യാപ്തം. കഴിഞ്ഞ ദിവസം വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അണക്കരമെട്ട് സ്വദേശിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാരില്ലാത്തതുമൂലം ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അണക്കരമെട്ട് സ്വദേശിയെ വിഷം കഴിച്ചതിനെ തുടർന്ന് പുറ്റടി ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ലായിരുന്നു. ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയവരെത്തിയാണ് വാഹനമെത്തിച്ച രോഗിയെ തൂക്കുപാലത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. ആത്മഹത്യ ചെയ്തിട്ട് ഒരാൾ വന്നതാണ്. പുള്ളി മരുന്ന് കണ്ട് കുടിച്ചു. ഇവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഭാവമാണ്. അത് വിഷമടിച്ച് മരുന്നടിച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടറും ഇല്ല, നേഴ്സുമാരില്ല, ഫസ്റ്റ് എയ്ഡ് പോലും എടുക്കാൻ സാഹചര്യം ഇല്ലാതെ പോയി. ഇപ്പോൾ അവർ ഇവിടെ നിന്ന് ഒരു ഓട്ടം പിടിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത തൂക്കുപാലത്തേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു ചികിത്സ പോലും നൽകാൻ പോലും, ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് നൽകാൻ പോലും നേഴ്സുമാരില്ലാത്ത സാഹചര്യത്തിലാണ് ഈ പുറ്റടി ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. പുറ്റടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചതായി ബോർഡ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും വീണ്ടും പഴയപടി തന്നെയാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നെസ്ലയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനവും MB ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണവും നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും ലൈബ്രറിയിലേക്ക് വാങ്ങിയ പുസ്തകത്തിന്റെ വിതരണവുമാണ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് സാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നത് MB ഫണ്ട് വഴിയായിട്ടാണ്. MB ഫണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 വർഷക്കാലം മരവിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥിതിയിലായി. അത് വിനിയോഗിക്കാൻ സാധിക്കാത്ത പരിസ്ഥിതിയാണ്. അവസാനത്തെ 2 വർഷത്തെ പൈസ മാത്രമാണ് നമുക്ക് അനുവദിച്ചത്. അങ്ങനെ വരുമ്പോൾ 5 കോടി രൂപയാണ് ഒരു വർഷം ലഭിക്കുക. 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 4 മുനിസിപ്പാലിറ്റികളുണ്ട്, 71 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 75 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇത്രയും വിശാലമായ ഈ മണ്ഡലത്തിൽ ഒരു വർഷം 5 കോടി രൂപ വികസന പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ചു കിട്ടുമ്പോൾ അത് എത്രയോ പരിമിതമാണ് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. സംസ്ഥാന സ്കൂൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ അഭിരാമി, ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയെ പ്രതിനിധീകരിച്ച ആകർഷ് ജെയ്സൺ, ജില്ലാ കലോത്സവത്തിൽ സമ്മാനം നേടിയ R ധനഞ്ജയ്, അക്ഷയ് മോൻ രാജൻ എന്നിവരെയും പഠനരംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും കേരള മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത ജില്ലയ്ക്ക് വേണ്ടി സ്വർണം നേടിയ സ്കൂളിലെ സീനിയർ അധ്യാപകൻ സജിമോൻ KJയെയും ചടങ്ങിൽ അനുമോദിച്ചു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം, സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, നെസ്ലെ പ്രതിനിധി ജോയി സക്കറിയാസ്, SMC ചെയർമാൻ മനോജ് പതാലിൽ, ഹെഡ്മിസ്ട്രസ് ശാരദാദേവി, ജേക്കബ് ജോസ്, സജിമോൻ KJ, ശ്രീജ CV, സൂര്യനാഥ് K ശിവറാം എന്നിവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഡിസംബർ 18 ഇടുക്കിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി, രാജാക്കാട്, നെടുങ്കണ്ടം, കട്ടപ്പന എന്നിവിടങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകുക. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിരം നയിക്കുന്ന അതിജീവന യാത്ര പര്യടനം നടത്തുന്നത്. 18-ാം തീയതി തിങ്കളാഴ്ച ജാഥ ഇടുക്കിയിൽ എത്തും. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയ്ക്ക് അടിമാലിയിൽ രാവിലെ
9 മണിക്ക് ആദ്യ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കത്തോലിക്ക സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതിജീവന യാത്ര ഇടുക്കി രൂപതയിൽ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതിയായി അവർ കൊടുക്കുന്ന വലിയൊരു സ്വീകരണത്തെപ്പറ്റി പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഡിസംബർ 18-ാം തീയതി അടിമാലിയിലാണ് ആദ്യത്തെ സ്വീകരണ സ്ഥലം. 9 മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പൊതുയോഗം ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസ് ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ബിജു പറയുന്നിലമാണ് ഗ്ലോബൽ പ്രസിഡന്റ് ഈ ജാഥ നയിക്കുന്നത്. വൈസ് ക്യാപ്റ്റന്മാരായി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ശ്രീ ജോസൂട്ടി ഒഴുകിയിൽ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ എന്നിവർ ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകും. ജാഥ കട്ടപ്പനയിൽ എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന രൂപതാതല സമാപന സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്വീകരണ സമ്മേളനങ്ങളിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഗ്ലോബൽ സെക്രട്ടറിമാരായ ബെന്നി ആന്റണി, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, ഫാദർ അബ്രഹാം ഇരട്ടച്ചിറ എന്നിവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ന്യൂനപക്ഷം എന്ന നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് JB കോശി കമ്മീഷനെ നമ്മൾ ആ സിറ്റിങ്ങിൽ പങ്കെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും സർക്കാർ നിയോഗിച്ച JB കോശി കമ്മീഷനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട്, ഈ കമ്മീഷനോടും ആ കമ്മീഷന്റെ റിപ്പോർട്ടിനോടും എടുക്കുന്ന നിലപാട്, അത് ക്രൈസ്തവ സമുദായത്തോട് എടുക്കുന്ന ഒരു അവഗണനയുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ അതിജീവന യാത്രയുടെ ഭാഗമായി നമ്മൾ ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, സിജോ ഇലന്തൂർ, VT തോമസ്, ജോർജ് മാവുങ്കൽ, TJ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ പശുപ്പാറക്കവല 7-ാം നമ്പർ വാഗമൺ ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി. 3 മാസം മുൻപ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം 2 തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല. ഇതോടെ പാതയുടെ നവീകരണം അനന്തമായി നീളുകയാണ്. മുൻപ് പൂർത്തിയാക്കിയ പണികളുടെ ബില്ല് ട്രഷറിയിൽ നിന്നും 1 വർഷം കഴിഞ്ഞിട്ടും മാറിക്കിട്ടാത്തതാണ് കരാറുകാരുടെ നിസ്സഹകരണത്തിന് കാരണം. ഇതോടെ പശുപ്പാറ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 3 മാസം മുൻപ് സാങ്കേതിക അനുമതി കിട്ടിയ ശേഷം 2 തവണ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. ട്രഷറി നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ നിർമ്മാണം ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും കരാറുകാർ തയ്യാറാകില്ലെന്ന് അധികൃതർക്കും അറിയാം. എന്നാൽ 3ാമതും ടെൻഡർ ക്ഷണിക്കാനാണ് അധികൃതരുടെ തീരുമാനം. 2019-20 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മുൻ MLA ES ബിജിമോളാണ് 3 കോടി രൂപ അനുവദിച്ചത്. 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ്. എന്നാൽ റീബിൽഡ് കേരളയിലുള്ള റോഡുകൾക്ക് 8 മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി. തുടർന്ന് 2 തവണ എസ്റ്റിമേറ്റും മണ്ണ് പരിശോധനയും ആവർത്തിച്ച് തയ്യാറാക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം സാങ്കേതിക അനുമതി കിട്ടുന്നതിന് തടസ്സം നേരിട്ടു. തുടർന്ന് 3 മാസം മുൻപ് തടസ്സം നീക്കി സാങ്കേതിക അനുമതി നേടി. എന്നാൽ ഇപ്പോൾ കരാർ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാതെ വന്നിരിക്കുകയാണ്. കാറ്റാടിക്കവല പശുപ്പാറ റോഡ് വളരെ കാലമായെന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഏതാണ്ട് 98 വർഷത്തോളം പഴക്കമുണ്ട് ഈ റോഡിന്. ഈ റോഡ് എസ്റ്റേറ്റുകാരെ പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൻ്റനൻസ് പോലും പണി പോലും നടക്കാതെ യാത്രാ ക്ലേശം അനുഭവിക്കുകയാണ്. ഇവിടെ ഒട്ടനവധി ജനങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. പോക്കുവരത്ത് വഴി രാജ്യവുമായിട്ട് ചെറിയ പരിഗണനയിൽ ചില ബസ്സുകളുണ്ട്. ചില ബസ്സുകൾ കയറി വരും, ചിലത് ഈ റോഡിൻ്റെ സ്വാധീനാവസ്ഥയിൽ വരുന്നില്ല. 2 പ്രാവശ്യം ഈ റോഡ് ടെൻഡർ ചെയ്തു, എടുക്കാൻ ആളുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ടെൻഡർ ചെയ്യുമെന്നാണ് അറിവ്. അറിഞ്ഞാലും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എടുക്കാൻ കണ്ടക്ടർമാരും മുന്നോട്ട് വരും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ശോചനീയാവസ്ഥയ്ക്ക് ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി പരിഹാരത്തിനായി എന്തെങ്കിലും പരിപാടികൾ ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്ത് പ്രവർത്തിച്ച് ഈ ജനങ്ങളുടെ പ്രോത്സാഹനം കൂടി ഉണ്ടായി ഈ റോഡ് പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന സത്വര നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുന്നു. തോട്ടം കാർഷിക മേഖലയിലെ 100 കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്ന റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഇതുവഴി ഉണ്ടായിരുന്ന ബസ്സുകളെല്ലാം വർഷങ്ങൾക്ക് മുൻപേ സർവീസ് അവസാനിപ്പിച്ചു. നിലവിൽ ചെറിയ വാഹനങ്ങൾ പോലും കടന്നുപോകാൻ സാധിക്കാത്ത വിധമാണ് റോഡിന്റെ സ്ഥിതി. റോഡിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൗരസമിതി ഭാരവാഹികൾ.
നവകേരള സദസ്സിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. ഏതാനും നാളുകൾക്ക് മുൻപ് ശാന്തൻപാറ പേത്തൊട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം നേരിട്ടവരുടെ പുനരധിവാസമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൃഷിവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് നെടുങ്കണ്ടത്തെത്തിയപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് നിവേദനം നൽകിയത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് 22 ഹെക്ടർ കൃഷിനാശമാണ് ഉണ്ടായത്. 9 ഹെക്ടർ ഭൂമി പൂർണ്ണമായും ഒലിച്ചുപോയി. 25ഓളം കർഷകരുടെ ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. കൃഷിയിടം പൂർണ്ണമായി നഷ്ടപ്പെട്ട കർഷകർക്ക് ഹെക്ടറിന് 47,000 രൂപ വരെ ധനസഹായം നൽകുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കായിരിക്കും തുക നൽകുക. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കൃഷിക്കാർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകുമെന്നും സ്ഥലം നഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. എന്നാൽ ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണെന്നും കൂടുതൽ തുക കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനുമായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സിലെത്തിയ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ തവണയുണ്ടായ വ്യാപകമായ ഉരുൾപൊട്ടലിൽ പേത്തട്ടി പ്രദേശങ്ങളിലടക്കം നിരവധി കർഷകരുടെ ഒട്ടേറെ സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഉരുളുപൊട്ടി സ്ഥലം ഒലിച്ചു പോയവരുണ്ട്. അതേപോലെ തന്നെ കൃഷി വ്യാപകമായി വെള്ളം കയറി കൃഷി നശിച്ചുപോയ ഒട്ടേറെ കർഷകർ ഈ മേഖലയിലുണ്ട്. ഏതാണ്ട് 50 ഹെക്ടറോളം വരുന്ന സ്ഥലമാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ 60,000 രൂപ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഹെക്ടറിന് 25,000 രൂപ വീതമാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് നഷ്ടപരിഹാരമായി കൊടുക്കാൻ കഴിയുക. ആ നഷ്ടപരിഹാരം കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് ഒന്നും തന്നെ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് പഞ്ചായത്തിൻ്റെ റെസൊല്യൂഷൻ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പേത്തൊട്ടിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം ബന്ധപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അർഹമായ ഒരു നഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നവകേരള സദസ്സിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പേത്തൊട്ടി നിവാസികളും. നത്തുകല്ല് അടിമാലി സംസ്ഥാന പാത ഈട്ടിത്തോപ്പിൽ നിന്നും എഴുകുമ്പയിൽ അഞ്ചുമുക്ക് തോവാള ഇരട്ടയാർ വഴി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എഴുകുമ്പയിൽ നാട്ടുകൂട്ടം പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. പാതയുടെ നിർമ്മാണം ഇരട്ടയാർ, നെടുങ്കണ്ടം, പാമ്പാടുംപാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ദൂരക്കൂടുതൽ ഇല്ലാതെയും സർക്കാരിന് കൂടുതൽ പണം ചിലവാക്കാതെയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പാതയാണിത്. തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയിൽ കുരിശുമല, വിനോദസഞ്ചാര കേന്ദ്രമായ തൂവൽ അരുവി എന്നിവയുടെ വികസനത്തിന് ഈ പാത വഴിതെളിക്കും. നിർമ്മാണം പൂർത്തിയായി വരുന്ന വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്നതിനാൽ താലൂക്കാസ്ഥാനമായ നെടുങ്കണ്ടത്തേക്കുള്ള യാത്രയ്ക്കും ഇത് എളുപ്പവഴിയായി മാറും. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയ്ക്കും ഈ പാത ഉപയോഗിക്കാൻ കഴിയും. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം നവകേരള സദസ്സിൽ നെടുങ്കണ്ടത്തെത്തിയ മുഖ്യമന്ത്രിക്ക് എഴുകുംവയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ കൈമാറി. നത്തുകല്ല് അടിമാലി സംസ്ഥാന പാത ഇരട്ടയാറ്റിൽ നിന്നും തോവാള, അഞ്ചുമുക്ക്, എഴുകുംവയൽ വഴി ഈട്ടിത്തോപ്പിലെത്തുന്ന രീതിയിൽ നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം വയ്ക്കുകയാണ്. കാരണം 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പാതയാണിത്. ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം തുടങ്ങിയ 3 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പാത. ഈട്ടിത്തോപ്പിൽ നിന്നും എഴുകുമ്പയിലെത്തുമ്പോൾ വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാതയുമായി ബന്ധിക്കുന്നതാണ്. ഇതിൻ്റെ റൂട്ട് പുനർനിർണയിച്ചുകൊണ്ട് ഈ മേഖലയിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വഴിതെളിക്കുന്ന രീതിയിൽ ഇരട്ടയാർ, എഴുകുമ്പയിൽ, തോവാള റൂട്ടിൽ നിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രവർത്തകരായ ജോണി പുതിയപറമ്പിൽ, തോമസ് ചെരുവിൽ, ബൈച്ചു നെടുമറ്റം, റൂയി കാര്യവേലിൽ, NM പൗലോസ്, റോബിൻസ് കടത്തിക്കുന്നേൽ തുടങ്ങിയവരാണ് നിവേദനം സമർപ്പിച്ചത്.
നവകേരള സദസ്സിന്റെ നടത്തിപ്പ് ചെലവിലേക്ക് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട തുകയുടെ ബില്ലിൽ UDF പ്രതിനിധികൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ബില്ല് പാസാക്കുന്നതിനോടനുബന്ധിച്ച് ചേർന്ന കമ്മിറ്റിയിലാണ് പഞ്ചായത്തിലെ UDF അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. നവകേരള സദസ്സിന് ഓരോ ഗ്രാമപഞ്ചായത്തും ഒരു നിശ്ചിത തുക നൽകണമെന്നായിരുന്നു ഉത്തരവ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നൽകേണ്ടിയിരുന്ന 50,000 രൂപയുടെ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കമ്മിറ്റി ചേർന്നത്. കമ്മിറ്റിയിൽ ബില്ലിനെതിരെ UDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒപ്പം BJP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം LDF-നൊപ്പം നിന്ന് ബില്ലിനെ അനുകൂലിച്ചുവെന്ന് UDF ജനപ്രതിനിധി സാബു വേങ്ങവേലി പറഞ്ഞു. 50,000 രൂപ തുക അനുവദിക്കുന്നത് സംബന്ധിച്ച് അജണ്ടയിൽ ഉൾപ്പെടുത്തിയ കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. 50,000 രൂപ അനുവദിക്കേണ്ട എന്ന നിലപാട് അതിൽ പങ്കെടുത്ത UDF അംഗങ്ങൾ സ്വീകരിച്ചു. ഭൂരിപക്ഷം LDF ഉള്ളതുകൊണ്ട് പാസ്സാക്കുകയും ചെയ്തു. എന്നാൽ BJPയുടെ ഒരു അംഗം അനുകൂലമായി തുക അനുവദിക്കുകയും അനുകൂലമായിട്ട് നിന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ നവകേരള സദസ്സ് ദൂർത്ത് പരിപാടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ എഴുതുന്നത്. അത് മാത്രമല്ല UDF-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ വിയോജനക്കുറിപ്പ് UDF അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പഞ്ചായത്തിൽ ഭൂരിപക്ഷമുള്ള LDF അംഗങ്ങൾ അനുകൂലിച്ചതോടെ ബില്ല് പാസായി. അതേസമയം കമ്മിറ്റിയിൽ നവകേരള സദസ്സ് ബില്ലിനോടനുബന്ധിച്ച് വിയോജിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് BJP അംഗത്തിന്റെ വിശദീകരണം. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പുളിയൻമല ക്രൈസ്റ്റ് കോളേജും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം മേള ഉദ്ഘാടനം ചെയ്തു. ഫിനാൻസ്, ബിസിനസ്, സർവീസ്, ടെക്നിക്കൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലായി 600-ൽ പരം ഒഴിവുകൾ നിലവിലുണ്ട്. SSLC, ഹയർ സെക്കൻഡറി, ITI, ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയറിംഗ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് മേള സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ജോലി ഇന്നാണ് ഒരു സ്വപ്നം വന്നത്. മാറ്റി സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റുന്ന, അല്ല തൊഴിലിടങ്ങളിൽ മാന്യമായി തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഏത് തൊഴിലുമാകട്ടെ. ഇവിടുന്ന് പോകുന്ന ഏറ്റവും വലിയ തൊഴിൽപരമായ കുടിയേറ്റം നടക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിൽ. ഏത് തൊഴിലും ചെയ്യാൻ പോവുകയാണ്. അവിടെ പോയി എത്രയോ നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടറേറ്റ് ആപ്പിൾ വയ്ക്കാൻ തോന്നും പാർട്ട് ടൈമായിട്ട്. മറ്റ് ജോലികൾ ചെയ്ത് പഠനം പൂർത്തിയാക്കുന്ന വലിയ വിഭാഗം ആൾക്കാർ നിൽക്കുകയാണ്. അത് സാമ്പത്തികമുള്ളതും സാമ്പത്തികമില്ല, പണി ചെയ്യുവാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടൊന്നുമില്ല. അതിനുള്ള സാഹചര്യങ്ങള്, അതിനുള്ള അടിസ്ഥാനമായ സവിശേഷതകൾ നമ്മൾ എന്തുകൊണ്ട് തന്നെ നമുക്ക് സ്വരൂപിച്ചെടുക്കുവാനായിട്ട് പറ്റുന്നില്ല. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടി തൊഴിൽ നൽകി അതുവഴി തൊഴിലില്ലായ്മ എന്ന സാമൂഹിക പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. വിവിധ മേഖലകളിൽ നിന്നായി 20-ൽ പരം കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത്. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അനൂപ് കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് VB മുഖ്യപ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ എംപ്ലോയ്മെന്റ് എന്നൊരു വകുപ്പ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിൽ നിന്ന് കഷ്ടനഷ്ടങ്ങൾ വഹിച്ച ആളുകളെ റീഹാബിലിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ വലിയൊരു വൈദേശിക ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി വന്ന മനുഷ്യർക്ക് ജീവിതവും പാർപ്പിടവും തൊഴിലും കൊടുക്കുക എന്നൊരു വലിയ ദൗത്യമായിരുന്നു എംപ്ലോയ്മെന്റ് ദേശീയ തലത്തിൽ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തൊക്കെ ഓരോ എംപ്ലോയ്മെന്റ് വകുപ്പുകൾ നടത്തി വന്നത്. അത് തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ശേഷം ഈ ഒരു 2023 വരെ അല്ലെങ്കിൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ പോലെ തന്നെ ഒപ്പം നിന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ തലത്തിലും ഈ പറയുന്ന കേരളത്തിന്റെ തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്ലേസ്മെന്റ് ഓഫീസർ ജോസ് കെ സെബിൻ, എംപ്ലോയ്മെന്റ് ഓഫീസർ വിശ്വനാഥൻ PN, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബീന മോൾ R, ബിനു ജോർജ്, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 33ാമത് ഇടുക്കി സബ് ജില്ലാ സമ്മേളനം കട്ടപ്പന BRC ഹാളിൽ നടന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം M രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് KSTA ഉപജില്ലാ സമ്മേളനം നടന്നത്. പരിപാടിക്ക് തുടക്കം കുറിച്ച പതാക ഉയർത്തലും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം M രമേശ് നിർവഹിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷം 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഒരു വർഷം 2 കോടി പേർക്കാണെങ്കിൽ 2014 മുതൽ 2019 വരെ ഇന്ത്യയിൽ അധികാരത്തിലുള്ള BJP ഗവൺമെന്റ് 10 കോടി പേർക്ക് തൊഴിൽ കൊടുക്കണം.
നിങ്ങൾ നോക്കൂ, പത്രത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു, ഇന്ത്യയിൽ മാത്രം 14 ലക്ഷം തസ്തിക സിവിൽ സർവീസ് മേഖലയിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ആ തസ്തിക നികത്തുന്നതിന് ഒരു നടപടിയും കേന്ദ്രത്തിൽ അധികാരത്തോടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഇവിടെയെല്ലാം പൊതു സ്ഥാപനങ്ങൾ വേണ്ട, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട, പൊതു പ്രസ്ഥാനങ്ങൾ വേണ്ട, പൊതുവിദ്യാലയങ്ങൾ വേണ്ട. പൊതുവായി സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റുകൾ സർക്കാരിന്റെ ഫണ്ട് മുടക്കി നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം ഇനി ഇന്ത്യയിൽ വേണ്ട എന്ന തീരുമാനമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. KSTA സബ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫൈസൽ AM അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ, ജില്ലാ ട്രഷറർ M തങ്കരാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗിരിജാകുമാരി NV, അമ്പിളി PB എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ KSTA സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആതിരാമോൾ PG രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഭിജിത്ത് വിജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനീഷ് മാത്യു, ജില്ലാ സെക്രട്ടറി അരുൺകുമാർ ദാസ്, വിനീത് KG, ജില്ലാ കൗൺസിൽ അംഗം C രാജശേഖരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G അമ്പിളി, ജെയ്സൺ ജോൺ, ജിജോ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളെ ദുരിതത്തിലാക്കിയ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിലെ മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. ഹരിതകർമ്മസേനയാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് മാട്ടുക്കട്ട മാർക്കറ്റിലെ പഴയ 2 കെട്ടിടങ്ങളിലായി സൂക്ഷിച്ചിരുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി MCF നിർമ്മിക്കുന്നതിനായാണ് മാലിന്യം നീക്കിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മാട്ടുക്കട്ട മാർക്കറ്റിലെ പഴയ 2 കെട്ടിടങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. മാസത്തിൽ 15 ദിവസം മാലിന്യം ശേഖരിക്കുകയും 15 ദിവസം ഇത് തരംതിരിക്കുകയുമാണ് നടന്നുവരുന്നത്. എന്നാൽ മൃഗാശുപത്രിക്ക് മുന്നിലിട്ട് തരംതിരിച്ചിരുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരം കാണാനായിട്ടാണ് പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് പുതിയ MCF നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണം. ഇതിനായി അനുമതി ലഭിക്കാൻ വൈകിയതാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കിയത്. കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചതോടെ കെട്ടിടത്തിൽ ഇരുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ മാറ്റി തുടങ്ങി. നമ്മുടെ ഹരിതകർമ്മസേനക്കാർ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മളിവിടെ ശേഖരിച്ചു വെച്ചിരുന്നത്. നിലവിൽ നമുക്ക് MCF ഇല്ല എന്നുള്ളൊരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ 30 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വലിയൊരു MCF പണിയുന്നതിന് വേണ്ടിയിട്ട് ടെൻഡറായിട്ടുണ്ട്. ഇവിടെ മുൻ വർഷങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന വേസ്റ്റുകളാണിരുന്നത്. അതെല്ലാം ഈ പ്രാവശ്യം ഹരിതകർമ്മസേനക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുന്ന് അത് മാറ്റുകയും ഈ മാസം തന്നെ ഇത് ഇവിടുന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ മാസം കെട്ടിടം പൊളിക്കുന്നതിനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ലീൻ കേരളയുടെ വണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ള നല്ല പ്ലാസ്റ്റിക്കുകളൊക്കെ ഇന്ന് കയറ്റി വിടുകയാണ്. അതോടൊപ്പം തന്നെ കെട്ടിടം പൊളിക്കുന്ന മുറയ്ക്ക് ഈ മാസം തന്നെ ഇതിന് പണി ആരംഭിക്കുന്നു. മാർച്ചിന് മുമ്പായിട്ട് പുതിയ MCF കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പറ്റുമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. മാലിന്യം നീക്കിയതോടെ സ്വകാര്യ വ്യക്തികൾ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ ക്യാമറയും സ്ഥാപിക്കും. രാത്രിയുടെ മറവിൽ അനധികൃതമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പാതി വഴിയിൽ പഠനം നിർത്തിയ മറയൂർ സ്വദേശിയായ 50-കാരി 10ാം തര തുല്യതാ പരീക്ഷയിൽ 80% മാർക്ക് നേടി ഉന്നത വിജയം നേടി. ജനമൈത്രി പോലീസിന്റെ ഹോപ്പ് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് മേരി 10ാം ക്ലാസ് പാസ്സായത്. 33 വർഷം മുമ്പ് പാതി വഴിയിൽ പഠനം നിർത്തുകയും 50ാം വയസ്സിൽ മറയൂർ ജനമൈത്രി പോലീസിന്റെ ഹോപ്പ് പ്രൊജക്ടിന്റെ പ്രവർത്തന ഫലമായി 10ാം തരം തുല്യതാ പരീക്ഷയിൽ 80-ലേറെ മാർക്ക് നേടി ഉന്നത വിജയം കൈവരിക്കുകയുമായിരുന്നു മേരി. മറയൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ഓഫീസർമാരായ ജിനു, സനൽ എന്നിവരോട് മേരി പഠിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു. തുടർന്ന് ഇവർ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്ററായ മോഹനസ്, സാക്ഷരതാ മിഷൻ കോർഡിനേറ്ററായ വാസന്തിയാർ എന്നിവരെ അറിയിച്ചു. തുല്യതാ പഠനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന 10ാം തരം തുല്യതാ പരീക്ഷയിൽ ഇവർ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു. ഇന്ന് മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മേരിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. வசந்தி மேம் கிட்ட வந்து கொடுத்து என்னை சேர்த்து விட்டார். அவர் அந்த நன்றி செஞ்ச அந்த ஒரு உதவிக்கு வேண்டி எனக்கு நல்ல மார்க் வாங்கி ஒரு ஆண்டு காலங்களாக நான் இந்த படிப்பு படித்து ரொம்ப கஷ்டப்பட்டு படித்து நான் நல்ல மார்க் வாங்கி பாஸ் ஆகிருக்கிறேன். எனக்கு 8 வருஷத்துக்கு முதல்ல வசந்தி மேம் சொன்னாங்க, அக்கா நீங்கள் வந்து படிங்க
அப்படின்னு சொல்லும்போது என்னுடைய குடும்ப சூழ்நிலைகள் பிள்ளைங்கள சூழ்நிலைகளை வந்து எனக்கு வந்து படிக்க முடியாத சூழ்நிலையாக ஆகிப்போச்சு. இப்போ வந்துட்டு எனக்கு நல்ல ஒரு வாய்ப்பு அளித்து கொடுத்த ജിനു സാറുക്കും മറ്റു സാറുകൾക്കും ഞാൻ മനമാർന്ന നന്ദിയെ தெரிவித்துக் கொள்கிறேன். ഞാൻ നമ്മുടെ മറയൂർ ഹൈസ്കൂളിലുള്ള HM സാറുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും സാറിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ സാക്ഷരതാ മിഷൻ്റെ കോർഡിനേറ്ററായ വാസന്തി മാഡത്തിനെ കോൺടാക്ട് ചെയ്യുകയും അവർ നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് നമുക്ക് തരികയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ ഈ ജനമൈത്രി ഹോപ്പ് പദ്ധതി പ്രകാരം മേരി ചേച്ചിയെ അതിൽ അഡ്മിഷൻ എടുക്കുകയും അവരെ കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും മറയൂർ ഹൈസ്കൂളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അവർ നല്ലൊരു വിജയം കൈവരിക്കുകയും ചെയ്തതിൽ നമുക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. ചടങ്ങിൽ മറയൂർ GHSS ഹെഡ്മാസ്റ്റർ മോഹൻ S, ജനമൈത്രി പോലീസ് ഓഫീസർമാരായ ജിനു, സനൽ, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ വാസന്തി R എന്നിവർ സംസാരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 182, വിൽപ്പനയ്ക്ക് വന്നത് 44,241, വിൽപ്പന നടന്നത് 43,412, കൂടിയ വില 2,516, ശരാശരി വില 1,640. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 950, കൊക്കോ 50, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,730 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. കട്ടപ്പന വാഴവരയിൽ ESI ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സ്ഥലം കൈമാറാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടനടി നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്നും MP. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് വായ മൂടിക്കെട്ടി മാർച്ച് നടത്തി. കുറ്റാരോപിതന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്കും പ്രതിഷേധവുമായി കുടുംബം. ശബരിമല പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ വണ്ടിപ്പെരിയാർ സത്രത്തിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് അയ്യപ്പ ഭക്തർ തകർത്തു. പ്രതിഷേധം തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർക്ക് സാധിക്കാതെ വന്നതോടെ സത്രം വഴി ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്നത് 5000-ഓളം ഭക്തർ. കട്ടപ്പനയിൽ വൻ പാൻ മസാല ശേഖരം പിടികൂടി. സംഭവത്തിൽ പിണർവിളയിൽ യൂസഫ് ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയത് 13,650 രൂപയുടെ 2,610 പാക്കറ്റ് പാൻ മസാല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.